അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടല്ലോ വീട്ടിൽ ഗ്രിൽ ചിക്കനും ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുണ്ടാക്കുന്ന ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ കേട്ടോ. അപ്പോൾ നമുക്കെന്ന് എങ്ങോട്ട് പോവാം? അടുത്ത് പോവാം. പോവാം. ആദ്യം തന്നെ പറയട്ടെ, നമ്മളിത് വീട്ടിലാട്ടോ ഉണ്ടാക്കുന്നത്. വീട്ടിൽ വൈകുന്നേരം നമ്മളൊരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. കാര്യം പറഞ്ഞത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ സംഭവം ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. കരി മാത്രം പുറത്തുനിന്നൊക്കെ, ചിക്കനൊക്കെ കടയിൽ നിന്ന് നമ്മൾ മേടിച്ചതാണ്. പിന്നെ ഇതിന്റെ ബാർബിക്യൂ ഉണ്ടാക്കുന്ന റെസിപ്പിയും ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്ന റെസിപ്പിയും വീട്ടിലെ റെസിപ്പി തന്നെയാണ്. നമ്മൾ അധികം വേറെ കടകളിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള റെസിപ്പീസ് ഒന്നുമല്ല. പിന്നെ നമ്മൾ കനൽ കത്തിക്കാൻ വേണ്ടി ഹെയർ ഡ്രയർ ആണ് കേട്ടോ ഇന്ന് കാറ്റ് അടിക്കാൻ വേണ്ടി പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ വേണ്ടി ചെയ്തത്. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ഇച്ചിരി വെണ്ണ അല്ലെങ്കിൽ ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ബാർബിക്യൂ ആണ് ആദ്യത്തെ. അപ്പോൾ ഇതിന്റെ ഒറ്റ ഷീറ്റ് നമുക്ക് കിട്ടിയില്ല. അപ്പൊ ഇത് അതിന്റെ ഫ്രെയിം പോലെ ഇതുപോലത്തെ ഗ്രിൽഡ് ഒരെണ്ണത്തിന്റെ ഫ്രെയിം നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഒറ്റ വരിയിൽ തന്നെ നമുക്ക് ഇടാം. നമുക്കിപ്പോ ഇത് നമ്മൾ സാധാരണ അൽഫാം ഉണ്ടാക്കുന്നതിന്റെ സംഭവമാണ് കേട്ടോ മേടിച്ചത്. അപ്പൊ അതിന്റെ പൊക്കത്ത് നമ്മൾ ഇച്ചിരി ബട്ടറൊക്കെ തേച്ച് മറിച്ചിടണ്ട. അപ്പോൾ ഇത് നേരെ ഈ സാധനം തിരിച്ചു വെച്ച് മറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഈ ചിക്കൻ ഇങ്ങനെ വേകുമ്പോൾ ഇതിന്റെ പൊക്കത്ത് നമുക്ക് ബ്രെഡ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കാനും പറ്റും, പെട്ടെന്നായി വരും. അപ്പൊ മറ്റേ ഈ ചിക്കന്റെ ഈ റെസിപ്പിയുടെ ടേസ്റ്റ് അതിലേക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതിപ്പോ നമ്മൾ വീട്ടുമുറ്റത്താണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീടിന്റെ മുറ്റമാണ് ഇത്. മുറ്റത്ത് വെച്ചിട്ട് വൈകുന്നേരമാണ്. അപ്പൊ ഇവിടെ ഇച്ചിരി ഇതുപോലെ ചൂട് തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ചൂട് അത്രയും വലിയ ചൂടായിട്ട് നമ്മൾ തോന്നില്ല. നിറച്ചിടുവാണെങ്കിൽ നല്ല രസമായിരിക്കും. പക്ഷെ നമുക്ക് ഇത്രയും ചിക്കനേ ഉള്ളൂ. ഒരു ഒറ്റ കോഴിയാണ് മേടിച്ചത്. ആ ഒരു കോഴിക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ അധികം കാണാതെ ഒരു സൈഡിൽ മാത്രം കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നേരെ ഇത് ബാർബിക്യൂ ആയിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മള് ഗ്രിൽഡ് ചിക്കന്റെയും ഒന്ന് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോ നമ്മള് ചെറിയൊരു ഉണ്ടാക്കി നോക്കി സക്സസ് ആവുമെന്ന് അറിയാൻ വേണ്ടി ചെയ്യണം. സക്സസ് ആയി. നമ്മൾ ഇറച്ചി കഴിക്കുന്ന കുറച്ച് പേരെ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അവധിക്കൊക്കെ പിള്ളേർ വരുമ്പോഴാണ് ഇനി ഇതിന്റെ അടുത്ത എല്ലാവരുമായിട്ടൊന്നും കൂടി ഇച്ചിരി കൂടി വലുതായിട്ട് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് പരീക്ഷണമായിരുന്നു. ഈ കനൽ കത്തിക്കയറി വരാൻ കുറെ നേരം പിടിക്കുന്നു ഇപ്പോഴൊക്കെയാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണ്ടാക്കിയത്. ഇത് ഞങ്ങൾ വെന്തോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. ഇത് ഞങ്ങൾ മേടിച്ച ബാർബിക്യൂ ഉണ്ടാക്കാൻ മേടിച്ച കുത്തുന്ന കമ്പിയായിരുന്നു. അത് ചെറുതായി പോയി. ഇത് വലുത് ഇച്ചിരി കൂടി വലുതും മേടിക്കണം. ഇതിപ്പോ ഗ്രിൽഡ് ചിക്കൻ്റെ ആണ് ഉണ്ടാക്കിയത്. മൊത്തം ഒരു കോഴിയേ ഉള്ളൂ. നമുക്കത് പുറത്തുനിന്ന് 100-500 രൂപയ്ക്ക് കടയിൽ പോയി കഴിക്കുന്ന 500 രൂപയ്ക്ക് മുകളിൽ ഏകദേശം നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി മേടിച്ച് കഴിക്കുന്നതിനാവും. എന്നാൽ നമുക്കിവിടെ ചെറിയൊരു എമൗണ്ടിൽ തന്നെ നമുക്ക് ഒതുക്കാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഒക്കെ നമുക്ക് നമ്മുടെ ചാനലിൽ ഇടാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സംഭവം വേണമെങ്കിൽ പറഞ്ഞാലും മതി, നമ്മൾ ഉണ്ടാക്കി തരാം. അപ്പൊ ഇതിന്റെ മേളത്തെ സംഭവം നമുക്ക് പിള്ളേരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പുറത്തിരുന്ന് അവർക്ക് കഴിക്കണം എന്ന് പറഞ്ഞാൽ അവർ കഴിക്കുകയാണ്. പിന്നെ നമുക്കിത് എവിടെയെങ്കിലും പോകുമ്പോൾ ഈ കരി ഒക്കെ ആയിട്ടൊന്ന് പോയാൽ മതി. അതിന്റെ മേലത്തെ സാധനം പൊക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ അടുത്ത വീഡിയോയിൽ. നന്നായിട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് വൈകുന്നേരം ഒന്ന് എടുത്തതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ടെന്റ് അടിച്ചോ അങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ മേലത്തെ സംഭവം മാത്രം കൊണ്ടുപോയി ഇതിന്റെ സ്റ്റാൻഡ് കൊണ്ടുപോകണ്ട. അപ്പൊ നമുക്ക് കരി മാത്രം പറയില്ലേ എങ്ങനെയുണ്ട്? കടയിൽ കിട്ടുന്നതിനേക്കാളും നല്ലതാണോ? കടയിൽ കിട്ടുന്നതിനേക്കാളും നല്ലതാണോ? കൊണ്ടുപോയി അവിടെ വെച്ച് തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. പിള്ളേർക്കൊക്കെ അത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ. അവര് പുറത്തുപോയി കഴിക്കുന്നതിനേക്കാളും നന്നായിട്ട് ഇവിടെ ഇരുന്ന് കഴിച്ചു. ഇത് അവർക്കൊരു ആദ്യത്തെ ഒരു അനുഭവം കൂടിയാണല്ലോ. അവരപ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. ചപ്പാത്തി ആയിരുന്നു ഞങ്ങള് ഉണ്ടാക്കിയത്. ചപ്പാത്തി ഏറ്റവും അവസാനം ഇത് ഈ കണലിൽ തന്നെ ഇതിന്റെ ഈ ഗ്രില്ലിന്റെ പൊക്കത്ത് വെച്ചിട്ട് പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്തിരുന്നത്. അതും കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കോ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. ഇത് ശരിക്കും നമ്മൾ ഉണ്ടാക്കിയത് എന്തിനാന്ന് വെച്ചാൽ ചിറ്റയുടെ ഹോം സ്റ്റേയിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്.
അപ്പൊ അവിടെ ആൾക്കാർ വരുമ്പോൾ ഇതിങ്ങനെ സംഭവം വേണം എന്നവർ പറഞ്ഞിരുന്നു. ഇത് മാത്രമല്ല ഉണ്ടാക്കിയത്, വേറെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെയൊക്കെ നമ്മൾ കാണിച്ചു തരാം. കൊച്ചും ദേവൊക്കെ പുറത്ത് നിൽക്കുന്നു. നമ്മള് അങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കുവാണ്. ചെറിയ ആ സൈഡിൽ തന്നെ ചിക്കൻ കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇപ്പുറത്തേക്ക് തീ വരാണ്ട് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പൊ നമ്മൾ പുതിയ പുതിയ ഇങ്ങനെ റെസിപ്പീസും മാത്രമല്ല, ഇങ്ങനത്തെ ഓരോരോ സംഭവമായിട്ട് ഇങ്ങനെ വരുന്നതാണ്. നമ്മുടെ വീട് മൂന്നാറാണ്. മൂന്നാർ. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് ഏകദേശം ഈ സമയത്ത് അറിയാലോ. ഡിസംബർ കഴിഞ്ഞുള്ള ജനുവരി തീർന്നു. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ സമയത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് പുറത്ത് നിന്ന് നല്ല ഒരു അടിപൊളി ഒരു രസമാണ്. നമ്മൾ ആദ്യമായിട്ടൊക്കെയാണ്. ഇതിനു മുമ്പ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. അത് നമ്മുടെ മൂലമറ്റത്ത് തന്നെ ജിമ്മില് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ചേട്ടൻ, ചേട്ടൻ ഇതുപോലെ ഒരു സംഭവം ഉണ്ടാക്കി. അതിന്റെ ഒരു ഐഡിയയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ട്രാവലും ഫിഷിങ്ങും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ചേട്ടനാണ്. ജോലി ഗവൺമെന്റ് സർവീസിലാണ്. അപ്പൊ അതുപോലെ പുള്ളിയുടെ ഐഡിയയുടെ ഇത് വെച്ചിട്ട് നമ്മളും വീട്ടിൽ തന്നെ ചെയ്തെടുത്താണ്. അപ്പോൾ ഇതിന്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ പുള്ളിയോട് ചോദിച്ചിട്ടാണ് നമ്മളും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ അറിയാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കിയാൽ മതി. വേറെ ഒരുപാട് റെസിപ്പീസ് ഉണ്ടാവും. അല്ലെങ്കിൽ സ്വന്തം റെസിപ്പീസ് ആയിട്ടാണെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ നമ്മുടെ ഇത് ചിക്കൻ മാത്രമല്ല, നമുക്ക് ഏത് വേണേലും ഉണ്ടാക്കിയെടുക്കാം. ഫിഷ് ആണേലും ഫിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഫിഷിന്റെ അടുത്തൊരു ദിവസം നമുക്ക് ഓർമ്മ ചെയ്യുന്നതാണ്. കുളത്തിൽ മീനുണ്ട്. അപ്പോൾ അത് മീനെ പിടിച്ച് തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലെ പൊള്ളിച്ചെടുക്കുന്ന രീതിയിൽ. അപ്പോൾ നമ്മളെ സ്വന്തമായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് ഒരുപാട് കഴിക്കാം, വിശ്വസിക്കാം. പുറത്തുനിന്നാണേലും വലിയ പ്രശ്നമില്ലാണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് എപ്പോഴും കഴിക്കുന്നതല്ല, അത്യാവശ്യം ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന നല്ലൊരു കാര്യമായിരിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നമ്മളെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.